കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്പലത്തിൽ തേരിറങ്ങുന്നതൊക്കെ കാണാൻ പോയിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ഫാമിലേക്കാണ്. ഇതിൻ്റെ പേര് നന്ദന ഫാം എന്നാ. അതുപോലെ തന്നെ ഇതൊരു മിനി സൂ ആണ്. ഇവിടെ കുറച്ച് മൃഗങ്ങളും കുറച്ച് പക്ഷികളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുന്നാണ് നമ്മൾ ഈ ഷൂട്ടിങ്ങിലേക്കൊക്കെ നമുക്ക് മൃഗങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. കുറേ പക്ഷികളും കുറേ മൃഗങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് കിളിയാണ്. ഈ കഴുതേനെ കണ്ടോ, ഈ കഴുത എന്ന് പറയുന്നത് നമ്മുടെ ജയറാമിൻ്റെ പഞ്ചവർണ്ണത്തത്ത എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച കഴുതയാണത്. പിന്നെ അതേപോലെ തന്നെ കോഴിയുണ്ട്. ഈ കാലിലൊക്കെ പൂടയുള്ള ഒരു ടൈപ്പ് കോഴിയുണ്ട്. പിന്നെ പ്രാവുണ്ട്, പിന്നെ ആടുണ്ട്, ചെമ്മരി ആടുണ്ട്, പിന്നെ നമ്മുടെ ലവ് ബേർഡ്സ് ഉണ്ട്, തത്തയുണ്ട്, പിന്നെ വേറെ കുറച്ച് കിളികളുണ്ട്. അതിൻ്റെ ഒന്നും പേര് നമുക്ക് അത്ര വശമില്ല. പിന്നെ ആണെങ്കിലേ ഇവിടെ യമു ഉണ്ട് കേട്ടോ, 3 വലിയ യമു ഉണ്ട്. അതിൻ്റെ മറ്റേ ബ്ലൂ മുട്ടയൊക്കെ അവിടെ അവർ ഡിസ്പ്ലേയിലല്ല, അവിടെ ഒരു ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് ഇത് നമ്മുടെ ഗിനിപ്പന്നികളാണേ. ഇത് കണ്ടോ, ഇതൊക്കെ ദേ ഈ കാടക്കോഴിയുടെ ഇനത്തിൽപ്പെടുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു കോഴി ടൈപ്പ് ഉണ്ട്. പിന്നെ ദാ ഗൂസുണ്ട്, പിന്നെ മണിത്താറാവുണ്ട്. ദാ ഈ തത്തേനെയൊക്കെ കണ്ടോ, ഇതിൻ്റെ പേര് വിളിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇരിക്കുമെന്ന്. പിന്നെ ദാ നമ്മുടെ ആട്, ചെമ്മരിയാട്. പിന്നെ ദാ പാർക്കൊക്കെ ഉണ്ട് അവിടെ, പാർക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതിനെല്ലാം കൂടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ് വരുന്നത്. അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് സെറ്റപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ കുതിരയാണ് ഇത്. അതേപോലെ തന്നെ ഇവിടെ വലിയ തത്തയൊക്കെ ഉണ്ട്. ആ തത്തേനെ നമ്മുടെ തോളയിലും കയ്യിലും ഒക്കെ വെച്ച് തരും. പിന്നെ ഒട്ടകമുണ്ട്. പിന്നെ ദാ നമുക്ക് കയ്യിലൊക്കെ തത്തേനെ വെച്ച് തരും. ഇതിൻ്റെ മെയിൻ ഐറ്റമാണ് ദാ ഈ കാണുന്ന സാധനം, പാമ്പ്. ഈ പാമ്പിനെ നമ്മുടെ കയ്യിൽ വെച്ച് തരും. അതേപോലെ തന്നെ ദേ ഈ കുതിരനെ കണ്ടോ, ഈ കുതിരനെ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? നമ്മുടെ ചാർലി സിനിമയിൽ മരുഭൂമി കൂടെ ദുൽഖർ ഓടിക്കത്തില്ലേ, ആ കുതിരയാണത്. അപ്പോൾ അത്രേ ഉള്ളൂ.